യെസ്, അയോധ്യ രാമജന്മഭൂമി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ധർമ്മധ്വജാരോഹണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ രാമജന്മഭൂമിയിലേക്ക് എത്തുകയാണ്. അയോധ്യയിലെ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം രാമജന്മഭൂമിയിൽ എത്തുക. 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള ധന്യമുഹൂർത്തത്തിലാണ് രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ പവിത്രമായ കാവി പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്ന് ഉയർത്തുന്നത്. അയോധ്യയിൽ നിന്ന് എസ് ശ്രീകാന്ത് തുടരുകയാണ്. ശ്രീകാന്ത്, ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചറിയാം, ഹിന്ദു ഹൃദയഭൂമിയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. കാരണം അയോധ്യ, ഭഗവാൻ ശ്രീരാമന്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യയുണ്ട്, മോക്ഷനഗരിയായിട്ടുള്ള കാശി ഒരു ഭാഗത്തുണ്ട്, പരിപൂർണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മം കൊണ്ട് പവിത്രമായ മധുര മറ്റൊരു ഭാഗത്തുണ്ട്, ഗോരഖ്പൂർ പോലെയുള്ള നമ്മുടെ സന്യാസി പരമ്പരകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തർപ്രദേശ് ആ ഹിന്ദുത്വ ദേശീയതയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായി വീണ്ടും മാറുകയാണ്. ഒരു കാലത്ത് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ മൗലാന മുലായം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും ഒക്കെ ഭരണകാലത്ത് ഹിന്ദുത്വ ദേശീയതയ്ക്ക് പകരം ജാതീയതയുടെ ഒരു വിളനിലമായി ആ പ്രദേശം മാറിയിരുന്നു. പക്ഷേ ഇന്ന് ഉത്തർപ്രദേശ് ആ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുകയാണല്ലോ ശ്രീകാന്ത്. ഗൗതം, നമുക്കൊരു കീർത്തനം കേൾക്കാമെന്ന് തോന്നുന്നു. ഈ അയോധ്യയിലെ ഒരു ആശ്രമത്തിലെ ഒരു മഹന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. आपका शुभ नाम क्या है? महंत हनुमान हरिदास बापू, और हम यहाँ पर बहुत खुश हैं। आज यहाँ पर बड़ा खुशी का माहौल है और ये अभिजीत मुहूर्त है, दिन है मंगलवार और राम विवाह पंचमी है और यहाँ पर ध्वजारोहण का कार्यक्रम है, जो कार्यक्रम हमारे हिंदू सनातन के लिए सबसे बड़ा और अलौकिक कार्यक्रम है। श्री राम जी के बारे में एक खाना, ये श्री राम जी का एक भजन सुनाते हैं। लोकाभिरामम रणरंग धीरम राजीव नेत्रम रघुवंश नाथम कारुण्य रूपम करुणाकरंतम श्री रामचंद्रम शरणम प्रपद्ये। अब भजन आप लोग सुनेंगे। श्री राम रटले पगले जीवन का क्या ठिकाना, श्री राम रटले पगले जीवन का क्या ठिकाना, आएगी मौत एक दिन करके कोई बहाना, श्री राम रटले पगले जीवन का क्या ठिकाना, धन के नशे में पगले दीवाना हो रहा है, धन के नशे में पगले दीवाना हो रहा है, जाए न संग तेरे, जाए न संग तेरे, ये माल और खजाना, श्री राम रटले पगले जीवन का क्या ठिकाना, जिसकी तलाश में तू दर दर भटक रहा है रे भैया, दर दर भटक रहा है, तन में है तेरे आदिल तूने नहीं ये जाना, श्री राम रटले पगले जीवन का क्या ठिकाना। ऐसे भगवान श्री राम की इस पावन अयोध्या में आप सभी पधारे हुए सभी भक्त वृंदों का हृदय से हार्दिक हार्दिक स्वागत है, वंदन है, अभिनंदन है। और हमारे यहाँ पर पुलिस व्यवस्था को बहुत बहुत साधुवाद है, जो इतनी अच्छी व्यवस्था, और सभी पत्रकारों को बहुत बहुत साधुवाद। धन्यवाद 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 मोहन जी, धन्यवाद. ഗൗതം, അതിമനോഹരമായ ഒരു ഗാനം, അത് ഭജൻ, അത് ശ്രീരാമനെ കുറിച്ചുള്ള ഭജന, അത് ഈ തെരുവീതിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്, അതൊരു മഹന്ത് തന്നെ നമുക്ക് പാടിത്തരുന്നു എന്ന് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. ഗൗതം ഒന്ന് ഓർക്കണം. ഗൗതം, ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്തുണ്ട്. ഇതുപോലെയുള്ള ജീവിതം ശ്രീരാമനായി സമർപ്പിച്ച മഹത്തുക്കളാണ് ഈ മഹന്തുമാരാണ്, ഈ സന്യാസി വര്യന്മാരാണ് ഈ ശ്രീരാമനുമായി ബന്ധപ്പെട്ട, ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട, ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയതും. അണയാതെയാ അഗ്നി, കെടാതെയാ അഗ്നി,
നിർത്തിയതും ഈ സന്യാസി വര്യന്മാരാണ്. ഇവരുടെ ഗാനങ്ങളിലൂടെ, ഇവരുടെ ഭജനകളിലൂടെ, ഇവരുടെ ഉദ്ബോധനങ്ങളിലൂടെ ഹിന്ദു സമൂഹത്തെ അവർ ഉണർത്തി ഈ ഒരു പ്രക്ഷോഭത്തിനായി തയ്യാറാക്കിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നിപ്പോൾ ആ മഹത്തുക്കൾ എല്ലാവരും തന്നെ, ആ മഹന്തുമാരെല്ലാം തന്നെ, സന്യാസി വര്യന്മാരെല്ലാം തന്നെ ഈ ഭഗവദ്ധ്വജം പാറുന്ന ഭവ്യമായ ശ്രീരാമക്ഷേത്രത്തിന് മുകളിൽ ആ ഭഗവദ്ധ്വജം പാറുന്ന ചടങ്ങിന് സാക്ഷിയാകാൻ അയോധ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൗതം. ഈ തെരുവിന് വലിയ ചരിത്രമുണ്ട് ഗൗതം. ഈ ഹനുമാൻഘടി മുതൽ ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം വരെ നീണ്ടുകിടക്കുന്ന ഈ തെരുവിനൊരു ചരിത്രമുണ്ട്. മുൻകാലങ്ങളിൽ ഇതുപോലെ ഒരാൾക്കും ഇവിടെ ഭജന പാടാൻ സാധിച്ചിരുന്നില്ല. ഇതുപോലെ ഈ കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ച് ഇത്രയധികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇവിടെ ആരാധന നടത്താൻ സാധിച്ചിരുന്നില്ല. ഇവിടെ ശ്രീരാമനെ വണങ്ങാനും ഇവിടെ ശ്രീരാമ ദർശനത്തിനും സാധിച്ചിരുന്നില്ല. ഒരു വലിയ ടാർപ്പാളിൻ കെട്ടിയ കൂരയ്ക്ക് കീഴിൽ വെയിലും മഴയുമേറ്റ് ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ ശ്രീരാമൻ, രാംലല ഇങ്ങനെ ഇരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച കാണേണ്ടി വന്ന കാലമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. മുല്ലാമുലായത്തെ പോലെയുള്ള ആളുകൾ തകർത്തെറിഞ്ഞ ആ സനാതനധർമ്മം, അവർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ച സനാതനധർമ്മത്തിൻ്റെ ശക്തി, അത് പൂർവാധികം ശക്തിയോടെ ഈ തെരുവീതികൾ കീഴടക്കി മുന്നേറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൗതം, ആ ദൃശ്യങ്ങളൊന്ന് നോക്കൂ ഗൗതം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അയോധ്യയിലെ തെരുവീതികൾ സമ്പൂർണമായും ശ്രീരാമ മന്ത്രമുഖരിതമാണ്. ജയ് ശ്രീറാം വിളികളുമായി മുഖരിതമാണ്. ഭയ്യ ഏക് ബാർ ശ്രീറാം, जय श्री राम, जय श्री राम, जय श्री राम। पूर्वी चंपारण, मोतिहारी जिला। जय श्री राम, जय श्री राम, जय श्री राम। From Tamil Nadu, I am from Tamil Nadu. No, Modi ji sent then darshan. I came. Yeah, today I came. Thank you so much. அவர் நல்லா வாழணும், நல்லா இருக்கணும். அவர் இல்லைன்னா அந்த நாடு இன்னும் போயிடும். அதனால அவர் தான் வாழணும், அவர் தான் ஆளணும். में शामिल होने आए हैं। आज मोदी जी का कार्यक्रम बहुत उत्साहित होकर देखने आए मोतिहारी जिले से। मेरा नाम प्रमोद कुमार हुआ और मुझे बहुत खुशी हो रही है। आज हम पहले जय श्री राम, जय श्री राम, जय श्री राम। ഗൗതം, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു വിശ്വാസി, ഒരു ഭക്തൻ, ശ്രീരാമചന്ദ്രനോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഭക്തി അദ്ദേഹം പറയുന്ന കാഴ്ച, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇങ്ങ് നമ്മുടെ ഭാഗം മുതൽ, കേരളം മുതൽ ഇങ്ങ് കശ്മീർ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള നന്ദി, അടങ്ങാത്ത നന്ദി അവരറിയിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരു നെരുപ്പോടായി കത്തിക്കൊണ്ടിരുന്ന, ഹൃദയം വിങ്ങിപ്പൊട്ടുമാറ് ഹൃദയത്തിൽ ഒരു വേദനയായി അവശേഷിച്ചിരുന്ന ശ്രീരാമ ജന്മഭൂമിയിലെ ആ മഴയും വെയിലും കാറ്റുമേറ്റ് കിടക്കുന്ന രാംലല, ആ രാംലലയ്ക്ക് മോചനം കിട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തെത്തിയതോടുകൂടിയാണ്. ആ നന്ദി അവരുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗൗതം, ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരുവുകൾക്ക് വലിയ ചരിത്രമുണ്ട് ഗൗതം. കാരണം മുൻകാലങ്ങളിൽ നമുക്കൊരാൾക്കും ഇങ്ങനെ ഭഗവാൻ ശ്രീരാമൻ്റെ കഥകൾ പറയാനോ, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് സംസാരിക്കാനോ, ഈ രീതിയിൽ ആരാധന നടത്താനോ, ഈ രീതിയിൽ കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിക്കാനോ, ഈ രീതിയിൽ ഭജനകൾ ചൊല്ലാനോ സാധിക്കാതിരുന്ന ഒരു കാലം അയോധ്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതെല്ലാം മാറിയിരിക്കുന്നു ഗൗതം. ഈ ചോദ്യം ചോദിച്ച തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദുത്വത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്ന ആ ഭൂമിയായി മാറിയിരിക്കുന്നു ഉത്തർപ്രദേശ്. അതിൽ വാരാണസിയും പ്രയാഗ്രാജും ഒപ്പം തന്നെ അയോധ്യയും മധുരയും ഒക്കെ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ അമൃതകാലത്ത് അതിൻ്റെ വിളംബരം ഇന്ന് അയോധ്യയിൽ നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അടക്കമുള്ളവർ ഇതിന് സാക്ഷികളാവുകയും ചെയ്യുന്നുണ്ട്. ഗൗതം, ഈ ഒരു നിമിഷം, ഇത് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് നോക്കണം ഗൗതം. ഈ ഒരു നിമിഷം എത്ര മനോഹരമായ ആ നിമിഷം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് ഗൗതം 1-2 വർഷമല്ല, 10-20 വർഷമല്ല. ഈ ഒരു മനോഹരമായ നിമിഷത്തിന് വേണ്ടി, അത്രയധികം സന്തോഷം നൽകുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്, സനാതനധർമ്മ വിശ്വാസികൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് 500 ആണ്ടുകളാണ് എന്നാലോചിക്കുമ്പോഴാണ് അത് എത്രത്തോളം ആ പോരാട്ടങ്ങൾക്ക് ദൈർഘ്യമുണ്ട് എന്നുള്ള കാര്യം ഗൗതം മനസ്സിലാകുന്നത്. കാരണം 1528 ഇവിടെ ഈ തർക്കമന്ദിരം പണിയുന്നത്. ഒന്ന് ആലോചിക്കൂ ഗൗതം, 1528 എന്ന് പറയുമ്പോൾ അത് എത്ര കാലത്തെ
എത്ര വർഷം പിന്നിലേക്ക് പോയി എന്ന് ഓർക്കണം ഗൗതം. ഒരുപക്ഷേ മറന്നു പോകേണ്ടതാണ്. നമ്മുടെ മറ്റേതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ തിരിച്ചുപിടിക്കലിൻ്റെ ഒരു കഥ പറയാനുണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷേ ആ സമൂഹം, ആ സൊസൈറ്റി, അവിടുത്തെ ആ രാജ്യം, അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം തന്നെ മറന്നു പോകേണ്ടതാണ്. പക്ഷേ ഈ രാജ്യത്തെ സനാതനധർമ്മ വിശ്വാസികൾ, സനാതനമെന്ന് പറഞ്ഞാൽ തന്നെ നാശമില്ലാത്തത് എന്നുള്ളതാണ്. ആ വിശ്വാസത്തിന് നാശമില്ല, ഭഗവാൻ ശ്രീരാമനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് നാശമില്ല. അതവർ മുറുകെ പിടിച്ചു, അവരുടെ ഹൃദയത്തിൽ അവർ ഒരു നെരിപ്പോടായി കത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് 1528 പണിത തർക്കമന്ദിരത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് 2025 ഭവ്യമായ ശ്രീരാമക്ഷേത്രം ഉയരുന്നത്. കൃഷ്ണകുമാർ, ആ ദൃശ്യങ്ങൾ കൂടി, ഭക്തർ പോകുന്ന ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ച് കൊടുക്കണം. ഗൗതം, ഞാൻ ആ നാൾ വഴികളിലേക്കൊന്ന് വന്നാൽ 1853 ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് ഈ തർക്കമന്ദിരം പണിതതെന്ന വാദം ഉയർന്നു വരികയും അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. ഗൗതം, ഒരു നിമിഷം, നമ്മളെ ഇപ്പോൾ വിളിച്ചിട്ട് നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. हम लोग वेस्ट बंगाल से हैं। हाँ, हम तेलुगु में बात कर सकते हैं। నా పేరు కమల కుమారి, నా పేరు ఇగో మజెండా నా పేరు. ఇక్కడ పూర్వం అంటే రామ మందిరం ఉండేది, ఎవరికి తెలిసేది కాదు. ఇప్పుడు మోదీ గారు వచ్చిన తర్వాత రామ మందిరం ఏంటో మనం పుణ్యం చేసుకున్నాం కనుక మనం చూడగలుగుతున్నాము. కనుక దేవుడు మందిరంలో ఉన్నారు, రాముడు సాక్షాత్తు మన దేవుడు మోదీ గారు. జై శ్రీరామ్, జై శ్రీరామ్, జై శ్రీరామ్. తెలుగు ഗൗതം, ഇവിടെ ഗൗതം, അത് ഭാഷകൾക്ക് അതിർവരമ്പുകൾ, ഭാഷയുടെ അതിർവരമ്പുകൾ പോലുമില്ല അവരുടെ ഭക്തിയുടെ മുന്നിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണാൻ അയോധ്യ നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ. നരേന്ദ്രമോദിക്ക്, പ്രധാനമന്ത്രിക്ക് അവർ നന്ദി പറയുകയാണ്. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന ഇടമായി മാറുകയാണ് അയോധ്യ. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഭക്തിയുടെ ഒരു ഭക്തിയാൽ നിറഞ്ഞ പ്രദേശമായി മാറുകയാണ് അയോധ്യയിലെ തെരുവീതികൾ ഓരോന്നും. ആ ഭക്തജനങ്ങളുടെ ആ ഒഴുക്ക്, ആ അയോധ്യയിലെ തെരുവുകൾ ഇന്ന് ഉത്സവാന്തരീക്ഷത്തിലുള്ള ആ കാഴ്ച ഗൗതം, നമ്മളതൊന്ന് കണ്ടു നോക്കണം. ഞാൻ നേരത്തെ ആ നാൾ വഴികളിലേക്ക് വന്നത് ഗൗതം ഒന്നുകൂടി അതിലേക്കൊന്ന് പോകുന്നു. അതായത് ബ്രിട്ടീഷ് സർക്കാർ 1859 ഈ തർക്കമന്ദിരത്തിന് ചുറ്റുമതിലുകൾ കെട്ടി അതിന് ആ തർക്കമന്ദിരത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്കും മതിലിന് പുറത്തുള്ള വളപ്പ് ഹിന്ദുക്കൾക്കും പ്രാർത്ഥനയ്ക്കായി നൽകി. 1885 ക്ഷേത്രം പണിയാൻ സ്ഥലം നൽകണമെന്ന് രഘുബീർ ദാസ് എന്ന പുരോഹിതൻ്റെ ആവശ്യം ഈ ഫൈസാബാദ് ജില്ലാ കോടതി തള്ളുകയാണുണ്ടായത്. 1949 ഈ തർക്കമന്ദിരത്തിനുള്ളിൽ ശ്രീരാമ വിഗ്രഹം കണ്ടെത്തുകയാണ്. അവിടെ മുതലാണ് ഇതിൻ്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 1950 മലയാളി കൂടിയായ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് KK നായർ ഈ തർക്കമന്ദിരം ഏറ്റെടുത്ത് അയോധ്യ നഗരസഭയുടെ റിസീവർ ഭരണത്തിലാക്കി. ആ സ്ഥലം ആവശ്യപ്പെട്ട് ഗോപാൽ സിംഗ് വിശാരദും പിന്നീട് പരമഹംസ രാമചന്ദ്രദാസും കോടതിയിലേക്ക് എത്തി. 1959 നിർമോഹി അഖാഡയും ഹർജി ഇതിനൊപ്പം നൽകുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗതം, 1961 സ്ഥലം ആവശ്യപ്പെട്ട് UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡും കോടതിയിലേക്ക് എത്തി. 1986 ഫെബ്രുവരിയിൽ സ്ഥലം ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ഈ ബാബറി മസ്ജിദ് ആക്ഷേപ കമ്മിറ്റി എന്ന പേരിൽ ഒരു സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 1989 ജൂണിൽ രാമക്ഷേത്ര നിർമ്മാണം BJP ഏറ്റെടുക്കുന്നതോടെയാണ് ഗൗതം ഈ ചരിത്രം കുറിക്കുന്ന ഈ ഒരു നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അന്ന് മുതലാണ് ഈ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് ഗതിവേഗം കൈവരിക്കുകയും ചെയ്തത്. 1989 ഓഗസ്റ്റ് 14 ഈ തർക്കമന്ദിരത്തിൻ്റെ തൽസ്ഥിതി നിലനിർത്തണം എന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിടുന്നു. ഒക്ടോബർ 27 ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാപൂജ തടയണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. നവംബർ 10
തർക്കമില്ലാത്ത സ്ഥലത്ത് ശിലാപൂജ നടക്കുന്നു. 1990 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി LK അഡ്വാനി, ലാൽകൃഷ്ണ അഡ്വാനിയുടെ രഥം പുറപ്പെടുകയാണ്. ആ നിമിഷം മുതലാണ് ഗൗതം ഇതിന് ഈ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് ഗതിവേഗം വർദ്ധിക്കുന്നത്. ഉറക്കത്തിലാണ്ട സനാതന ധർമ്മവിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ ഉറക്കം വിട്ടെഴുന്നേറ്റ് രാമക്ഷേത്ര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അഡ്വാനിയുടെ രഥയാത്രയിലുടനീളമുള്ള വാക്കുകൾ ഭാരതം ഏറ്റെടുക്കുകയാണ്. ഒരു കോടതിക്ക് തീരുമാനിക്കാനാവുന്നതാണോ രാമൻ ജനിച്ചതെവിടെയാണ് എന്നുള്ള LK അഡ്വാനിയുടെ, ലാൽകൃഷ്ണ അഡ്വാനിയുടെ ചോദ്യം ഈ രാജ്യമാസകലം ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് ജനങ്ങളുടെ രഥമാണ്, ഇത് തടയാൻ ആർക്കാണ് കഴിയുക എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം, അതും ഈ സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മന്ദിർ വഹീം ബനായേങ്കെ എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച ശബ്ദം, അത് ഈ രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. ക്ഷേത്രം അവിടെ തന്നെ പണിയും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് ഈ നാട്ടിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ, സനാതനധർമ്മ വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ശബ്ദമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഗൗതം ഓർക്കണം. 1992 മാർച്ചിൽ മുൻപ് ഏറ്റെടുത്ത 42.09 ഏക്കർ ഭൂമി രാമകഥാ പാർക്ക് നിർമ്മിക്കാൻ UP സർക്കാർ രാമജന്മഭൂമി ന്യാസിന് വിട്ടുകൊടുത്തു. ഡിസംബർ 6 ആ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നു. ഹിന്ദു ശൗര്യ ദിനമായി ഇന്ന് നമ്മൾ ആഘോഷിച്ചു പോരുന്ന, ആചരിച്ചു പോരുന്ന ദിവസം തന്നെയാണ്. ശ്രീകാന്ത്, 1992 ഡിസംബർ 6 ഹൈന്ദവ ശക്തിയിൽ ബാബർ നിർമ്മിച്ച ആ തർക്കമന്ദിരം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അതിനാലാണ് ഡിസംബർ 6 ഹിന്ദു സ്വാഭിമാന ദിനം എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രം വിപുലമായി ആചരിക്കുന്നത്.